ശ്രീ പി കൃഷ്ണദാസ്, ഇവിടെ കേരളത്തിന്റെ ആവശ്യങ്ങളെ കേന്ദ്ര സർക്കാർ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെയുള്ള ഒരു പ്രത്യേക പരിഗണന കേരളത്തിന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടതല്ലേ? താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ നേരത്തെ സഹ പാനലിസ്റ്റുകൾ പറഞ്ഞ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി സൂചിപ്പിച്ചു പോകാം എന്നാഗ്രഹിക്കുകയാണ്. ഞാൻ ആ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഒന്ന്, നമ്മുടെ സാമ്പത്തിക ക്രമത്തിൽ ലോകത്തിൽ മറ്റ് പല രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇക്കോണമി കുറച്ചുകൂടി സ്റ്റേബിളാണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറയാൻ കാരണം, നമ്മൾ നേരത്തെ പാനലിസ്റ്റുകൾ പറഞ്ഞ സമയത്തും അമേരിക്കയുമായി തുലനം ചെയ്തുകൊണ്ട് ചൈനയുമായി തുലനം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിനെല്ലാം കണക്കാക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നതോ. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, നമ്മുടെ ഇക്കോണമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ 5 ട്രില്യൺ ഇക്കോണമി എന്നുള്ള വളർച്ചയിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു, നമ്മുടെ സാമ്പത്തിക വളർച്ചാ നിലയിലേക്ക് പോകുന്നു, നമ്മുടെ GDP വളർച്ചാ നിലയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും അത് നമ്മളുടെ ഒരു ആഗ്രഹവും അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു പ്രതീക്ഷയും നമ്മളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട കാൽവെപ്പുമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ മറ്റ് ലോകരാജ്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ചൈനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അന്തരം എത്രയുണ്ട് എന്നുള്ളതാണ്. അതിൽ അന്തരമുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ദേശീയ തലത്തിലുള്ള അതാത് രാജ്യങ്ങളുടെ വളർച്ച, GDPയിലുള്ള വളർച്ചയുടെ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച 6.5%. നമ്മളെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ അത് 6.8 ആകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ 7 വരെ ആകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതേസമയം തന്നെ അമേരിക്കയാണെങ്കിലും ചൈനയാണെങ്കിലും ജർമ്മനി ആണെങ്കിലും ജപ്പാനാണെങ്കിലും നമുക്ക് മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളെ നോക്കിയാൽ അമേരിക്കയുടേത് 2.2 ആണ്, ചൈനയുടേത് 4.5 ആണ്, ജർമ്മനിയുടേത് 0.8 ആണ്, ജപ്പാൻ്റേത് 1.1 ആണ്. അപ്പോൾ GDP വളർച്ചയിൽ ലോകരാജ്യങ്ങൾക്കുണ്ടാകുന്ന പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ലോക സാമ്പത്തിക ക്രമത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതിനനുസരിച്ച് നമ്മുടെ നിലപാട് കുറച്ചുകൂടി ശക്തമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോ അതല്ലെങ്കിൽ ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പോ വരുമ്പോൾ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തി BJPയെ കുറച്ചൊന്ന് രാഷ്ട്രീയപരമായി കുറ്റപ്പെടുത്താം എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാം. പക്ഷെ അതിനെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കണ്ടേ? ഇപ്പോൾ കേരളത്തിൽ 2010-14 കാലഘട്ടത്തിൽ രാജ്യം ഭരിച്ചിരുന്ന സർക്കാരിൽ കേരളത്തിൽ നിന്ന് 8-9 മന്ത്രിമാർ, ആ മന്ത്രിസഭയിൽ ഏതാണ്ട് 10-12% വരുന്ന മന്ത്രിമാരുടെ എണ്ണം കേരളത്തിൽ നിന്നായിരുന്നു. നമ്മൾക്ക് കേരളത്തിന് ആ കാലഘട്ടത്തിൽ എന്താ ലഭിച്ചത്? ഇപ്പം നമ്മൾ പറയുന്ന പല പദ്ധതികളെ സംബന്ധിച്ചും നമുക്ക് കിട്ടിയിട്ടുള്ള വികസനത്തെ സംബന്ധിച്ചും 2014 ശേഷം ലഭിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ എമൗണ്ടുകൾ നോക്കിയാൽ മതി. 2014 ശേഷം അതുവരെ ഏത് മേഖലയിലേക്ക് കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ബജറ്റ് അലോക്കേഷനേക്കാളും വലുതാണ്, അതിൻ്റെ ഇരട്ടിയോളമാണ് പല മേഖലകളിലേക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബജറ്റ് അലോക്കേഷൻ. ഉദാഹരണത്തിന് നാഷണൽ ഹൈവേയുടെ വികസനത്തിൽ കേരളത്തിനോട് എന്തെങ്കിലും പക്ഷപാതിത്വം സർക്കാർ കാണിച്ചിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ കാണിച്ചിട്ടുണ്ടോ? ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് അതാത് സമയത്ത് ലഭിക്കേണ്ട മുഴുവൻ ഫണ്ടും കൊടുത്തിട്ടുള്ള ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്. അത് BJP ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ആണെന്നുള്ളത് മാത്രമല്ല, ഇപ്പം നേരത്തെ പ്രൊഫസർ റോണി സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 15ാം ധനകാര്യ കമ്മീഷനിൽ നമ്മുടെ വിഹിതം കുറഞ്ഞു. അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ ഒരു കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നൊരു സംസ്ഥാനമായി മാറി, അതുകൊണ്ട് നമുക്കത് വിഹിതം കുറഞ്ഞു. അതിലൊരു പക്ഷപാതിത്വമില്ല പ്രൊഫസർ റോണി. അതിൻ്റെ കാരണം അങ്ങേക്ക് തന്നെ അറിയാവുന്നതാണ്. രാജ്യത്തെ ശരാശരി സൂചികയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ധനകാര്യ കമ്മീഷൻ നിലപാടുകൾ സ്വീകരിക്കുന്നത്. അതിന് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 15 മാനദണ്ഡങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും അതിനുള്ള മാനദണ്ഡങ്ങൾ സ്വീകരിച്ചത്. അതിൽ കേരളം മാത്രമല്ല, ഗുജറാത്ത് അടക്കമുള്ള UP അടക്കമുള്ള പല സംസ്ഥാനങ്ങൾക്കും വിഹിതത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെ പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ. അപ്പം രാജ്യത്തെ പൊതുവായിട്ടുള്ള വളർച്ചയുടെ കാര്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പം വരണം, രാജ്യത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായി മാറണം എന്ന് കണക്കാക്കുമ്പോഴാണ് ആ മാനദണ്ഡങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് നമ്മളുടെ പെർസെൻറ്റേജ് നിശ്ചയിക്കപ്പെടുന്നത്. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും സർക്കാരുകൾ ആര് ഭരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല ആ സാമ്പത്തിക നിലപാടുകൾ ധനകാര്യ കമ്മീഷൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൽ പൊതുവായിട്ടുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമേ അതിന് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇപ്പോൾ കേരളം പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുള്ളത് 24,000 കോടി രൂപയുടെ പ്രത്യേകമായിട്ടുള്ള പാക്കേജ് വേണം എന്നുള്ളതാണ്.
അത് നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ കുറേ കാലങ്ങളായി സുപ്രീം കോടതിയിൽ പോയല്ലോ, നമ്മൾ 2 കേസുകൾ ഫയൽ ചെയ്തല്ലോ അതിനുവേണ്ടി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. അപ്പോൾ കടമെടുക്കാൻ വേണ്ടി, കടത്തിൻ്റെ പരിധി വർദ്ധിപ്പിക്കാൻ വേണ്ടി സംസ്ഥാനത്തിന് 0.5% കൂടി കടമെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിച്ച് കിട്ടണം എന്നാവശ്യപ്പെട്ടു കേരളം. മറ്റ് സംസ്ഥാനങ്ങളൊന്നും ആവശ്യപ്പെടാത്ത കാര്യങ്ങൾ സംസ്ഥാനം സുപ്രീം കോടതി വരെ പോയി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കതിനുള്ള അവകാശമില്ല എന്നുള്ളതല്ല, നമുക്ക് ഭരണഘടനാപരമായി ഏത് കാര്യങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള അവകാശം സംസ്ഥാനത്തിനുണ്ട്. പക്ഷേ അത് നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തിൻ്റെ നിലനിൽക്കുന്ന നയത്തിനും നിലപാടുകൾക്കും അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. കടമെടുക്കാനുള്ള സംസ്ഥാനങ്ങളുടെ പരിധി അല്ലെങ്കിൽ അതിന് നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡം, ആ മാനദണ്ഡത്തിൻ്റെ 0.5% കൂടി കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ കോടതിയിൽ പോയത്. അപ്പോൾ ഞാനൊന്ന് പൂർത്തിയാക്കാം. അപ്പോൾ അതിൽ ആ തരത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അനുഭാവപൂർവ്വമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുമോ എന്നുള്ളത് നയവ്യതിയാനത്തിലുണ്ടാകേണ്ട മാറ്റത്തിനനുസരിച്ച് ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ വയനാട് പാക്കേജിനെ കുറിച്ചാണ് ഇപ്പോൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാം. പക്ഷേ വയനാട് പാക്കേജിനെ കുറിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആകെ മന്ത്രിസഭ 13-14 തവണ അതിനുശേഷം സംസ്ഥാന മന്ത്രിസഭ പ്രത്യേകമായി യോഗം ചേർന്നിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ പ്രൊഫസർ റോണി? അങ്ങ് കേന്ദ്ര ഗവൺമെൻറ് പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോൾ സംസ്ഥാനം പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനം കണക്കാക്കിയിട്ടുള്ളത് അങ്ങേക്ക് കൂടി അറിയാവുന്ന അങ്ങയുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ സംസ്ഥാനം കണക്കാക്കിയിട്ടുള്ളത് ഏകദേശം 700-ൽ താഴെ കോടി രൂപയുടെ പദ്ധതി അവിടെ നടപ്പാക്കി പൂർത്തിയാക്കണം എന്നുള്ളതാണ്. അവിടുത്തെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെടുന്ന 2000 കോടിയാണ്. നമുക്ക് 2000 അല്ല, അതിൽ കൂടുതൽ കിട്ടുന്നതിൽ സന്തോഷമുള്ള പാർട്ടിയാണ് BJP. ഒരു തർക്കവും ആ കാര്യത്തിനകത്തില്ല. പക്ഷേ നമ്മൾ അവിടെ ഉണ്ടാകേണ്ട വികസനത്തെ സംബന്ധിച്ച്, അവിടെ ഉണ്ടാകേണ്ട പുനരധിവാസത്തെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് എന്താണോ നിലപാട് സ്വീകരിക്കുന്നത് അതിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് പോകാൻ കേന്ദ്ര ഗവൺമെൻറ് എപ്പോഴും തയ്യാറായിട്ടുണ്ട്. നമ്മുടെ വ്യാജ പ്രചരണങ്ങൾക്കോ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രചരണങ്ങൾക്കോ ബജറ്റിൽ സ്ഥാനമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബജറ്റ് കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ഒരു വസ്തുതയല്ലേ. ആ വസ്തുതയ്ക്കൊപ്പം മാത്രമേ പോകാൻ വേണ്ടി കഴിയൂ. ഇപ്പോൾ ഉദാഹരണത്തിന് വയനാട്ടിൻ്റെ പാക്കേജ് കിട്ടുന്നതിൽ സന്തോഷമുള്ള പാർട്ടിയാണ് BJP കേരളത്തിൽ. അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള പാക്കേജ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ബജറ്റിൽ പ്രഖ്യാപിക്കും എന്നുള്ളത് ഒരു സംസ്ഥാനത്തിൻ്റെ നിലപാടുകൾക്കനുസരിച്ചല്ലല്ലോ പാക്കേജ് പ്രഖ്യാപിക്കുന്നത്. ആ സംസ്ഥാനത്തോ അല്ലെങ്കിൽ രാജ്യത്ത് പൊതുവായിട്ടും ഉണ്ടാകേണ്ട ഏതെങ്കിലും ഒരു മേഖലയുടെ വികസനം ഏതൊക്കെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നോ ആ സംസ്ഥാനങ്ങളിലേക്കായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നുണ്ടാകാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള പ്രോജക്റ്റ് അതിനുവേണ്ടി ഇത്ര രൂപ നീക്കിവെക്കുക എന്നുള്ളതല്ല അതിൻ്റെ നയം. ബജറ്റിനെ സംബന്ധിച്ച് പ്രത്യേകമായി കാണുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനത്തിന് അതിന് തുക വകയിരുത്തുന്നതിൽ നിന്നാണ് സ്വാഭാവികമായും വയനാടിനും ഫണ്ട് അനുവദിക്കപ്പെടേണ്ടത്. അല്ലാതെ മറ്റ് നമുക്ക് ബജറ്റിൽ ഒരു അലോക്കേഷൻ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അങ്ങനെ ഒരു